ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. മാവേലിക്കരയിൽ ടിപ്പർ ലോറി ബൈക്കിലിടിച്ച അപകടം. 2 വിദ്യാർത്ഥികൾ മരിച്ചു. രതീഷ്, ആദിത്യൻ എന്നിവരാണ് മരിച്ചത്. ഫുട്ബോൾ കളി കഴിഞ്ഞു മടങ്ങവേ മാവേലിക്കരയിൽ മിച്ചൽ ജംഗ്ഷനിൽ നിന്ന് പുലർച്ചെ 2-നായിരുന്നു അപകടം. മനീഷ് മഹിബാലുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, ദാരുണമായ സംഭവമാണ്. എങ്ങനെയാണ് അപകടമുണ്ടായത്? വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? കീർത്തന, ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഇവർ രണ്ടുപേര് മറ്റു സുഹൃത്തുക്കളുമായി ചേർന്ന് മാവേലിക്കരയിൽ ഒരു ടർഫിൽ ഫുട്ബോൾ കളിച്ച ശേഷം പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇവരുടെ കൂടെ മറ്റൊരു ബൈക്കിൽ മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ആ സുഹൃത്തിനെ ഓലകെട്ടി അമ്പലത്തിന് സമീപമുള്ള അവിടേക്ക് സുഹൃത്തിനൊപ്പം പോയ ശേഷം വീണ്ടും മാവേലിക്കര ഭാഗത്തേക്ക് മടങ്ങുന്ന സമയത്താണ് റോഡിൽ എതിർ ദിശയിലാണ് ടിപ്പർ ലോറി ഈ ബൈക്കിലേക്ക് വന്നിടിക്കുന്നത്. അങ്ങനെ ഇരുവരും ഒരേ ബൈക്കിലാണ് ഉണ്ടായിരുന്നത്. ഇവർ റോഡിലേക്ക് തെറിച്ച് വീണു. ഇവർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ മാനവ അപകട സ്ഥലത്ത് വെച്ചും ആദിത്യൻ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചുമാണ് ഇന്ന് 12 മണിക്കുമാണ് ഈ ആദിത്യൻ മരിക്കുന്നത്. ഇവരുടെ സ്വദേശം പെരിങ്ങിലിപ്പുറ കാട്ടുതറയിലാണ്. മധു സവിത ദമ്പതികളുടെ മകനാണ് മാനവ്, 18 വയസ്സാണ്. രതീഷ് സൗമ്യ ദമ്പതികളുടെ മകനാണ് ആദിത്യൻ, 16 വയസ്സ് മാത്രമാണ് പ്രായം. എന്താണെങ്കിൽ ഇന്ന് രാവിലെ ഏകദേശം 6:30 മാവേലിക്കരയിൽ ഇങ്ങനെ ടിപ്പർ ലോറി ഇടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. കീർത്തന, ശരി, എതിർദിശയിൽ വന്ന ടിപ്പർ ലോറി ബൈക്കിലിടിച്ചാണ് 2 വിദ്യാർത്ഥികൾ മരിച്ചത്. മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.